ഹിറ്റ് സീരിയലുകളുടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് ആദിത്യൻ. 2 വർഷം മുമ്പ് ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത്. കൊല്ലം അഞ്ചൽ സ്വദേശിയാണ് ആദിത്യൻ. ഏറെക്കാലമായി തിരുവനന്തപുരത്തായിരുന്നു താമസം. വേർപാട് സംഭവിച്ചതിന് ശേഷം ആദിത്യന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പ്രചരിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ അതിനുള്ള കാരണം സീരിയൽ ടുഡേ എന്ന യൂട്യൂബ് ചാനലിന്റെ അഭിമുഖത്തിനിടയ്ക്കാണ് ആദിത്യന്റെ ഭാര്യ രേണു വ്യക്തമാക്കിയത്. സന്തോഷകരമായ കുടുംബജീവിതമായിരുന്നു. എന്നാൽ അത് തകർത്തത് സീരിയൽ നടിയുമായിരുന്ന സുചിത്ര നായരാണ്. രേണു വ്യക്തമാക്കുന്നു. ഭർത്താവും സുചിത്രയും തമ്മിലുള്ള സൗഹൃദം തനിക്ക് ഇഷ്ടമില്ലായിരുന്നെന്നും ലൊക്കേഷൻ വരെ കയറി ചെല്ലേണ്ട അവസ്ഥയുണ്ടായിരുന്നെന്നും രേണു പറയുന്നു. ഞങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തവരാണ്. സിനിമാ സീരിയൽ ജീവിതം കൊണ്ട് അദ്ദേഹം സമ്പത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഭാര്യയായ ഞാൻ 2 മക്കളും മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എനിക്ക് 18 വയസ്സുള്ള സമയത്താണ് ചേട്ടൻ ഒരു തമിഴ് സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എൻ്റെ അനിയത്തിയായിരുന്നു നായികയായി കാസ്റ്റ് ചെയ്തിരുന്നത്. ഫോട്ടോഷൂട്ടും അവൾക്കൊപ്പം ഞങ്ങളും പോയിരുന്നു. അങ്ങനെ കണ്ട് പരിചയപ്പെട്ടു. ഞാനും ചേട്ടനും പ്രണയത്തിലായി. ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്ന് ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു. പലരും കല്യാണ ആലോചനകളുമായി വരാൻ തുടങ്ങിയതോടെ ഞാൻ എൻ്റെ സ്വന്തം പ്രകാരം ചേട്ടനോടൊപ്പം ഒളിച്ചോടുകയായിരുന്നു. ആ തീരുമാനം തെറ്റായിപ്പോയെന്ന് തോന്നിയിട്ടേയില്ല. ഞങ്ങൾ കുടുംബജീവിതം ആരംഭിച്ചതിന് ശേഷം എന്നേക്കാൾ എൻ്റെ വീട്ടുകാർ സ്നേഹിച്ചിരുന്നത് ചേട്ടനെയായിരുന്നു. ചേട്ടൻ സംവിധായകനായി പ്രൊജക്റ്റുകൾ ചെയ്തു തുടങ്ങി. സന്തോഷകരമായ ജീവിതം. എല്ലാ സെറ്റിലും എന്നെയും കൊണ്ടുപോകുമായിരുന്നു. ഇടയ്ക്ക് ടൂറും കൊണ്ടുപോകുമായിരുന്നു. പിന്നീട് ഞങ്ങൾക്കിടയിൽ ചില വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടായി. അത് ചിലർ മുതലെടുത്തു തുടങ്ങി. വലിയ പ്രശ്നങ്ങളുണ്ടായി. എനിക്ക് ശത്രുക്കളും ഉണ്ടാക്കി. 2 പേർ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങൾ മൂന്നാമതൊരാൾ ഇടപെട്ട് ഞങ്ങളുടെ കുടുംബജീവിതം തകർത്തു. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും സൗഹൃദങ്ങളും ഉള്ള ആളാണ് ചേട്ടൻ. സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി. അതൊരു സ്ത്രീ മുഖേനയാണ് സഹായം നടത്തിയത്. ഞങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ തുടങ്ങി. ഞങ്ങൾക്കിടയിലേക്ക് മൂന്നാമതൊരാൾ വന്നു. ഞങ്ങൾ കുറച്ച് നാൾ പിണങ്ങേണ്ടി വന്നു. അതിനു മുമ്പ് ഞാനും ചേട്ടനും തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. ആ സൗഹൃദം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. കുറച്ചു കാലം ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഞാൻ മാറി നിന്നു. ലൊക്കേഷൻ കയറി പെട്ടെന്ന് ചെല്ലേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അന്ന് സാന്ത്വനം സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയമായിരുന്നു. അതുപോലെ എന്നെ ആളുകൾ പ്രശ്നക്കാരിയാക്കി തെറ്റിദ്ധരിപ്പിച്ചു. ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോടും ഫാമിലിയിലെ പ്രശ്നങ്ങൾ ചേട്ടൻ ഷെയർ ചെയ്തിരുന്നു. എനിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവവും എനിക്കുണ്ട്. ആ സമയത്ത് പലരും എൻ്റെ മേലാണ് സത്യാവസ്ഥ അറിയാതെ പഴിചാരിയിരുന്നത് എന്ന് രേണു പറയുന്നു. ചേട്ടൻ ഇടയ്ക്കിടെ നെഞ്ചിരിച്ചിൽ വരാറുണ്ട്. അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുമുണ്ട്. ഇടയ്ക്കിടെ ജലൂസിനും കഴിക്കുമായിരുന്നു. ചില ദിവസങ്ങളിൽ ഒരു കുപ്പി ജലൂസിൻ വരെ കഴിച്ച ദിവസങ്ങളുണ്ട്. ചില രാത്രികളിൽ ഛർദ്ദിച്ച് വീണ് കിടക്കും. ചേട്ടന് നെഞ്ചുവേദന വന്ന സമയത്ത് എന്നെ വിളിച്ചിരുന്നു. അന്ന് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നതുകൊണ്ട് മറ്റൊരു റൂമിലാണ് ഞാൻ കിടന്നത്. ഞാൻ ഓടി വന്നു. എന്നും വരാറുള്ള നെഞ്ചുവേദനയാണെന്ന് ഞാൻ കരുതി. ചൂടുവെള്ളം തിളപ്പിക്കാൻ അടുക്കളയിലേക്ക് പോയി. അതിനിടയിൽ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. ഉടനെ ഓടി വന്ന് കണ്ണൊക്കെ മറഞ്ഞിരുന്നു. BP ലോ എന്ന് കരുതി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ചേട്ടനെ എഴുന്നേൽപ്പിക്കാൻ നോക്കി. ഒറ്റയ്ക്ക് പിടിച്ചിട്ട് പൊക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മകൻ കൂടെ വന്നതാണ്. ചെറുതായി ഉയർത്തി. അപ്പോഴേക്കും ചേട്ടൻ്റെ സുഹൃത്തുക്കൾ വന്നു. നെഞ്ചുവേദന ആരംഭിച്ചപ്പോൾ തന്നെ സുഹൃത്തുക്കളെ ചേട്ടൻ വിളിച്ചിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അത് എനിക്ക് വിഷമമായി. മാത്രമല്ല കാറുണ്ടായിട്ടും ഞാൻ ചേട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. വയ്യാത്ത വ്യക്തിയെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്നൊക്കെ എന്നെ പ്രചരിപ്പിച്ചു. പിന്നീട് ഞാൻ സത്യം ബോധിപ്പിക്കേണ്ട എൻ്റെ മക്കളടുത്ത് മാത്രം. എൻ്റെ മക്കൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ഞാൻ ആരടുത്താണ് ഈ സത്യങ്ങൾ വെളിപ്പെടുത്തേണ്ടത്?